ലൈഫിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു ഹിന്ദി പഠിക്കണം എന്നുള്ളത്. എൻ്റെ അമ്മേ, ഞാൻ 8ാം ക്ലാസ്സിൽ ഹിന്ദി പഠിത്തം നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിപ്പോൾ ഹിന്ദി നമ്മുടെ ഇടയിലൊരു വില്ലനാവുന്നു. മറ്റേ CID ന്യൂസിൽ പറയുന്ന പോലെ, എഴുതാനല്ലേ അറിയൂ സാറ്, വായിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ മനസ്സിലാക്കാൻ അറിയില്ല. തിരിച്ചു പറയാനാണെങ്കിൽ ഒട്ടും അറിയത്തില്ല, മനസ്സിലായാലല്ലേ തിരിച്ചു പറയുന്നേ. അതാണ് എൻ്റെ ഹിന്ദിയുടെ അവസ്ഥ. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് ദുബായിൽ. ഈ എമറാട്ടികളെക്കാളും ഇവൻ ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോൾ 38% ഇന്ത്യക്കാരാണത്രേ. അതിൽ മലയാളികളുണ്ട്, എന്നാലും ഹിന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗുണമാണ്. നമ്മൾ പറയേണ്ട അവർക്കും അവർ പറയണ നമുക്കും ക്ലിയർ ആയിട്ട് അറിയാം. മലയാളികൾക്കൊക്കെ ഹിന്ദി അറിയാമോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായത്. ഇനിയിപ്പോൾ ഹിന്ദി പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചടങ്ങ്. ഹിന്ദി അറിയണം, ഡ്രൈവിംഗ് അറിയണം. ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണം എന്നറിയോ? കുഴപ്പമില്ല, ഇപ്പം എന്തായാലും ചപ്പാത്തി വരത്തിലവരായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തി ഇന്ത്യയുടെ ഷേപ്പാണോ റഷ്യയുടെ ഷേപ്പാണോ എന്നൊന്നും ആരും ചോദിക്കാൻ നിൽക്കണ്ട. അതൊക്കെ പല ഷേപ്പിലുമായിട്ട് വരുന്നുണ്ട്. സർക്കിളൊന്നും അല്ലെങ്കിലും തിന്നാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അതുവരെ ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരോട് പറഞ്ഞു, ഞാനിങ്ങനെ വ്ളോഗൊക്കെ ചെയ്യും, ഇന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇപ്പോൾ പ്രശ്നമായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇത് എടുക്കേണ്ടത് ഇതായിടോ, കാരണം അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന്. എന്തായാലേ, ഇതിപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ആക്കാനുള്ളൊരു കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. പിന്നെന്താ, ശ്രമിക്കാമല്ലോ. സോ ഞാനിവിടെ പള്ളിക്ക് വന്നേക്കാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് JY ഗാദറിങ്. ഇത് ഗാദറിങ് അല്ല, എന്തായാലും ഗാദറിങ്ങിന് മുൻപ് നമുക്കൊരു ചായയും പപ്സും കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് ഗാദറിങ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ എന്തോ ഒരു LSSൻ്റെ സംതിങ് അനോയിൻറ്റിങ് ആയിരുന്നു. അത് കാരണം ഫുൾ ഓഫ് പ്രാർത്ഥന വൈബായിരുന്നു. കൊന്തയുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ആരാധന ഉണ്ടായിരുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. അത് കാരണം ഒരു ഗാദറിങ് ടൈപ്പ് JY ഗാദറിങ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം കമ്മിങ് ടു ദുബായ് ആൻഡ് ജോയിനിങ് ദ JY. രസമായിരുന്നു. അത് കഴിഞ്ഞ് കുർബാന കണ്ടു. കുർബാന കണ്ടു കഴിഞ്ഞിട്ടാണ് ദ വെരി നെക്സ്റ്റ് ബെസ്റ്റ് തിങ്, ഞങ്ങൾ ധന്നത്ത് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി. മൈ കെയർ ടേക്കേഴ്സായ അമല ചേച്ചി ആൻഡ് ജ്വൽ ചേട്ടൻ ടുക്ക് മീ ടു ദെയർ ഹോം ആൻഡ് അവരുടെ കൂടെ ഫ്രണ്ട്സൊക്കെ വന്നു. ആൻഡ് ദിസ് ഈസ് മൈ ന്യൂ ഗാങ്. ഇവരുടെ ആൾക്കാരൊന്നും എനിക്ക് പേര് പറയാൻ മാത്രം അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ കാണാം. ബൈ.